ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ സഹകരിക്കാൻ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ തീരുമാനം. US ഇന്ത്യ ട്രസ്റ്റ് സംരംഭം ആരംഭിച്ചതായി നേതാക്കൾ പ്രഖ്യാപിച്ചു. AI സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി USഉം ഇന്ത്യയും ഒന്നിക്കുകയാണ്. ഈ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. AIക്ക് പുറമെ അർദ്ധചാലകങ്ങൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, മറ്റ് നിർണായക സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി മോദി അറിയിച്ചു. സർക്കാരുകൾ, അക്കാദമിക് മേഖല, സ്വകാര്യ മേഖല എന്നിവ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ US ഇന്ത്യ ട്രസ്റ്റ് സംരംഭം ആരംഭിച്ചതായി നേതാക്കൾ പ്രഖ്യാപിച്ചു. സെൻസിറ്റീവ് സാങ്കേതിക വിദ്യകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം പ്രതിരോധം, AI, സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, ഊർജ്ജം എന്നിവയിൽ ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നിർണായക ധാതുക്കൾ, നൂതന വസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയ്ക്കായി ശക്തമായ വിതരണ ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിന് ഈ സംരംഭം മുൻഗണന നൽകുമെന്ന് മോദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂട്യൂബ് ഷോർട്സിൽ പുതിയ AI ടൂൾ അവതരിപ്പിക്കുന്നു. ഹ്രസ്വരൂപത്തിലുള്ള വീഡിയോകൾ നിർമ്മിക്കുമ്പോൾ സഹായകരമാകുന്ന ടൂളാണിത്. ഡീപ് മൈൻഡിന്റെ ഏറ്റവും പുതിയ വീഡിയോ ജനറേഷൻ മോഡലായ VO2 യൂട്യൂബിന്റെ ഡ്രീം സ്ക്രീൻ ഫീച്ചറിലേക്ക് ഗൂഗിൾ സംയോജിപ്പിക്കാൻ ഒരുങ്ങുന്നു. ഈ സംയോജനം AI ഉപയോഗിച്ച് വീഡിയോകൾ സൃഷ്ടിക്കാനും അവരുടെ ഹ്രസ്വ വീഡിയോ കണ്ടന്റിനെ സംയോജിപ്പിക്കാനും ഉപയോക്താക്കൾക്ക് സഹായകമാകും. 2023 സെപ്റ്റംബറിൽ യൂട്യൂബ് ആദ്യമായി ഡ്രീം സ്ക്രീൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോക്താക്കളെ അവരുടെ ഷോർട്സിനായി AI ജനറേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് നൽകാൻ കഴിയുന്നതായിരുന്നു. ഇതിൽ ടെക്സ്റ്റ് പ്രോംപ്റ്റ് നൽകിക്കൊണ്ട് ഇഷ്ടാനുസൃത വെർച്വൽ ഗ്രീൻ സ്ക്രീൻ എൻവയോൺമെന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ ഉപയോക്താക്കൾക്കാണ് ഡ്രീം സ്ക്രീൻ ഫീച്ചർ ലഭ്യമായിരിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഫീച്ചർ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി യൂട്യൂബ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹിരാകാശത്തു കുടുങ്ങിപ്പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ഭൂമിയിലേക്ക് തിരികെ എത്തിയേക്കും. ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള ക്രൂ റൊട്ടേഷൻ ദൗത്യങ്ങൾക്കായുള്ള സമയപരിധി മാർച്ച് 12 മാറ്റി. ഏപ്രിലിലായിരിക്കും മടങ്ങിവരവ് എന്നതായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ദൌത്യത്തിനായി സ്പേസ് എക്സിന്റെ എൻഡ്യൂറൻസ് പേടകം ക്രൂ 10 നിശ്ചയിച്ചിട്ടുണ്ട്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കാലതാമസം നേരിട്ടതിനെ തുടർന്ന് അവർ 8 മാസത്തിലേറെയായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ബഹിരാകാശ യാത്രികരെ നേരത്തെ തിരിച്ചെത്തിക്കുന്നതിന് വരാനിരിക്കുന്ന ക്രൂ 10 ദൌത്യത്തിനായി മുൻപ് പറന്ന എൻഡവർ എന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാൻ നാസ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തോടെ പുതിയ ക്യാപ്സ്യൂളിന്റെ ഉൽപാദന കാലതാമസം പരിഹരിക്കപ്പെടും. അതിനാൽ മുൻ നിശ്ചയിച്ച മാർച്ച് 25 നിന്ന് മാർച്ച് 12 ദൌത്യം മാറ്റുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 4 പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾ പരിഷ്കരിച്ച് റിലയൻസ് ജിയോ. 69 രൂപ, 139 രൂപ പായ്ക്കുകളുടെ വാലിഡിറ്റിയാണ് പരിഷ്കരിച്ചത്. റിലയൻസ് ജിയോ 2 ജനപ്രിയ ഡാറ്റ ആഡ് ഓൺ പ്ലാനുകളായ 69 രൂപ, 139 രൂപ പായ്ക്കുകളുടെ വാലിഡിറ്റി പരിഷ്കരിച്ചു. ഈ പ്ലാനുകൾക്കായി സ്റ്റാൻഡ് അലോൺ വാലിഡിറ്റിയും കമ്പനി അവതരിപ്പിച്ചു. ഉപഭോക്താവിന്റെ അടിസ്ഥാന പ്ലാനിന്റെ അതേ വാലിഡിറ്റിയായിരുന്നു മുമ്പ് ഇവയ്ക്ക് ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ പ്ലാൻ അനുസരിച്ച് ഇത് മാറി. പുതിയ പരിഷ്കരണം അനുസരിച്ച് ഈ 2 ജിയോ പ്രീപെയ്ഡ് പ്ലാനുകളും ഇപ്പോൾ വെറും 7 ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത്. അതായത് ബേസ് പാക്കുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മുമ്പത്തെ ദൈർഘ്യമേറിയ കാലയളവിന് വിപരീതമായി ഈ പ്ലാനുകൾക്ക് കീഴിൽ നൽകിയിരിക്കുന്ന ഡാറ്റ ഉപയോഗിക്കാൻ ഉപയോക്താക്കൾക്ക് 1 ആഴ്ച മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജിയോ 448 രൂപ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുകയും 189 രൂപ പാക്ക് വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. 448 രൂപയുടെ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനിന്റെ വില 445 രൂപയായാണ് കുറച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്വിക്ക് കൊമേഴ്സ് കമ്പനികളുടെ മത്സരം രൂക്ഷമാകുന്നു. സൊമാറ്റോയും സ്വിഗ്ഗിയുമാണ് മത്സരത്തിൽ മുൻപന്തിയിൽ. പുതുതായി എത്തുന്ന കമ്പനികൾ ഉൾപ്പെടെ ഇന്ത്യൻ ക്വിക്ക് കോമേഴ്സ് കമ്പനികളുടെ പ്രതിമാസ പണമിടപാട് ഏകദേശം 1500 കോടി രൂപയായി ഉയർന്നു. ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇരട്ടിയിലധികം വർദ്ധിച്ചതായി വ്യവസായ വൃത്തങ്ങൾ പറഞ്ഞു. ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വിക്ക് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സൊമാറ്റോയും സ്വിഗ്ഗിയും നഗര ഉപഭോക്താക്കൾക്കിടയിൽ സ്വാധീനം നേടിയിട്ടുണ്ടെങ്കിലും ഓഹരി വിപണിയിൽ കാര്യമായ മുന്നേറ്റം നേടാൻ കഴിഞ്ഞിട്ടില്ല. സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് എന്നീ മുൻനിര കമ്പനികളും വിപണിയിൽ സജീവമാണ്. ഇവർ ചേർന്ന് ഏകദേശം $3 ബില്യൺ സമാഹരിച്ചിട്ടുണ്ട്. ഒട്ടേറെ പുതിയ കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ തയ്യാറെടുക്കുന്നതായി വിപണി വൃത്തങ്ങൾ പറയുന്നു. ക്വിക്ക് കോമേഴ്സ് ഉപഭോക്താക്കൾ നഗരപ്രദേശങ്ങളിൽ വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.